ഏത് തണുത്ത കാലാവസ്ഥയിലും ദോശമാവും ഇഡ്ലിമാവും ഒക്കെ നല്ലവണ്ണം പുളിച്ച് പൊങ്ങിയിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇഡ്ലിയും ദോശയും എങ്ങനെ ഉണ്ടാക്കി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം തണുത്ത കാലാവസ്ഥയിൽ മാവൊക്കെ പൊങ്ങിക്കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഹാർഡായി പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മാവ് എങ്ങനെ നമുക്ക് നല്ല പതിഞ്ഞ് പൊങ്ങിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതിൽ ഈസ്റ്റ്, ഈനോ, അതുപോലെ അപ്പക്കാരം ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ട്രിക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ദോശമാവ് ഇഡ്ലിമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഇഡ്ലിയും ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ദോശയും ഇഡ്ലിയും ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു മാവ് വെച്ചിട്ട് തന്നെ ഇതൊക്കെ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഉഴുന്നൊരു 3-4 പ്രാവശ്യം നല്ലപോലെ കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെച്ചാണ്. അതിലൊരു 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉഴുന്നെടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള ഉഴുന്ന് വേണം എടുക്കാൻ. അതുപോലെ മുഴുവനായിട്ടുള്ള ഉഴുന്ന് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഉള്ള ഇഡ്ഡലി നമുക്ക് കിട്ടും. അതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉഴുന്ന് നമ്മൾ ഒരു മിനിമം ഒരു 3-4 മണിക്കൂറെങ്കിലും നല്ല പോലെ ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം. ഒന്നുകിൽ നിങ്ങൾക്കിത് കുതിർത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ പുറത്ത് തന്നെ കുതിർത്ത് വെച്ചിട്ട് ഐസ് കട്ട് ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ഒക്കെ അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ മിക്സിങ് ഭയങ്കരമായിട്ട് ചൂടായി പോകും. അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ മാവൊന്നും അങ്ങനെ പൊങ്ങി വരാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ അത് ഫ്രിഡ്ജിൽ വെക്കാം, നമ്മൾ കഴുകിയിട്ട് കുതിരാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ അരക്കുന്ന സമയത്ത് ഐസ് കട്ട ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഐസ് വെള്ളം യൂസ് ചെയ്തിട്ടെങ്കിലും അരച്ചെടുക്കാം. അതിന് നമുക്ക് അരി ഒന്ന് കുതിർത്ത് വെക്കണം. അരി ഞാനിവിടെ ഇഡ്ലി റൈസ് എടുത്തത്. നിങ്ങൾക്ക് സാധാരണ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരിയോ പച്ചരിയോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ അരി ഉഴുന്നിനേക്കാളും ഇരട്ടിയാണ് ഞാൻ എടുത്തത്. അതായത് 1/2 കപ്പ് ഉഴുന്നിന് 1 കപ്പ് പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തത്. അതായത് ഇഡ്ലി റൈസ് ഈ ഒരു കപ്പിൻ്റെ അളവിനാണ് ഞാൻ എടുത്തത്. അപ്പോൾ അരിയും നമ്മളൊരു 3-4 പ്രാവശ്യം നല്ലപോലെ കഴുകിയതിന് ശേഷം നല്ലവെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെച്ചതാണ്. ഏകദേശം ഒരു 4-5 മണിക്കൂറെങ്കിലും നമ്മൾ കുതിരാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമ്മൾ അരി കുതിർത്തിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല. നമ്മൾ ഉഴുന്ന് മാത്രമേ ഫ്രിഡ്ജിൽ വെക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഏകദേശം ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് അരക്കുമ്പോൾ ഉഴുന്ന് കുതിർത്ത് വെച്ച സെയിം വെള്ളം തന്നെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത്. അതേ വെള്ളം വെച്ചിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കുമ്പോഴും നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഈ ഒരു ഉഴുന്ന് അരച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഇഡ്ലിയും ദോശയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ ഉഴുന്നരക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് നല്ല പോലെ തന്നെ ഇത് അരച്ച് നല്ലോണം പതഞ്ഞ് വരണം കേട്ടോ. നമ്മളൊരു തരി പോലും അതിൽ ഉണ്ടാവാൻ പാടില്ല. നല്ല സോഫ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ ഉഴുന്ന് ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് തന്നെ ഐസ് കട്ടിയോ അതുപോലെ തണുത്ത വെള്ളമൊന്നും ഉപയോഗിക്കേണ്ട. ഓൾറെഡി തണുത്ത തന്നെയാണല്ലോ, അതുകൊണ്ട് നമുക്ക് ആ തണുത്ത വെള്ളം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാം. അരി അരക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം അധികം നിൽക്കുന്ന വിധത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കാം. ഒരു കൈപ്പിടി ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുത്തരീൻ്റെ ചോറാട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ കുത്തരീൻ്റെ ചോറ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് മാവ് നല്ല സോഫ്റ്റായിട്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മളത് അരി ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അരി അരക്കുമ്പോൾ കുറച്ച് തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ദോശക്കൊന്ന് അരക്കുന്ന പോലെ ഭയങ്കര സോഫ്റ്റായിട്ട് അരച്ചെടുക്കരുത്. അപ്പോൾ നമ്മൾ അരി ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ രണ്ടും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തണുപ്പൊക്കെ ആകുമ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് അടിച്ച് പതപ്പിച്ച് എടുത്താൽ മതി. അപ്പോൾ നല്ലോണം മാവ് പൊങ്ങി വരും കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാളയാണ്. അപ്പോൾ സവാള നല്ലപോലെ ഒന്ന് കഴുകി തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും സവാളേൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിൽ, അതിൻ്റെ ആ ഒരു സ്മെൽ ഉണ്ടാവില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാനിത് ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല സക്സസ് ആയിട്ട് കിട്ടിയതാണ്. അതുകൊണ്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി ഇതുപോലെ കഴുകിയിട്ട് ഒരു കുടം വെളുത്തുള്ളി ഇതിലിങ്ങനെ ഇട്ടിട്ട് അങ്ങനെയും മാവ് എനിക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഐഡിയ ചെയ്ത് നോക്കിയപ്പോഴും നല്ല സക്സസ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇനി അതിനുശേഷം ഇതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് നമുക്ക് സാധാരണ ഇഡ്ലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു ഏകദേശം 8 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഒന്ന് തയ്യാറാക്കുന്നത്. ആ ഒരു സമയത്തിന് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മാവ് നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സമയത്താണ് ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തലേന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആകുമ്പോൾ തലേന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേന്നത്തേക്ക് മാവ് വല്ലാണ്ട് പുളിച്ചിട്ട് ആ ഒരു പുളി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിറ്റേന്ന് ഇത് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലുള്ള ആ ഒരു നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, അത് നമുക്ക് അങ്ങെടുത്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലോണം പതിഞ്ഞ് പൊങ്ങിയിട്ട് നല്ല സോഫ്റ്റായിട്ട് വെണ്ണ പോലെ ആയിട്ടുണ്ട് മാവ്.
ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഉള്ളി നമുക്കങ്ങ് എടുത്ത് മാറ്റാം. ഈ ഉള്ളി കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിൽ. അത് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് സാധാരണ ഉള്ളി യൂസ് ചെയ്യുന്ന പോലെ കറികൾക്കൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തണുത്ത കാലാവസ്ഥയിലൊക്കെ മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതാ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് സെറ്റ് ദോശയോ തട്ട് ദോശയോ ഏത് ദോശ വേണമെങ്കിലും ഇത് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ കല്ല് ചൂടായതിന് ശേഷം എണ്ണ പുരട്ടിയിട്ട് നമുക്ക് ഈ ഒരു ദോശ തയ്യാറാക്കാം. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്